ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ പുകിൽ ചില്ലറയൊന്നുമായിരുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ചാനലുകളൊക്കെ അവിടെ തമ്പടിച്ചു തന്നെ വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ വെളിപ്പെടുത്തലെല്ലാം വ്യാജം എന്ന് പിന്നീട് വെളിപ്പെടുകയായിരുന്നു. ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ SIT അന്വേഷണം തുടരാം എന്ന് കോടതി വ്യക്തമാക്കിയാണ്. അന്വേഷണത്തിന് ഏർപ്പെടുത്തിയ സ്റ്റേ കർണാടക ഹൈക്കോടതി നീട്ടിയിരിക്കുന്നു. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, എന്താണ് ധർമ്മസ്ഥലയിലെ സത്യം? ഈ ധർമ്മസ്ഥലയിലെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നത്. അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടു. ഇതിൽ പലരും പീഡനത്തിനിരയായ പെൺകുട്ടികളുടേതാണ് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അക്ഷരാർത്ഥത്തിൽ അത് വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. രാജ്യവ്യാപകമായി അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും ഇതിന് പിന്നാലെയാണ് ചില ആളുകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. അതായത് SIT അന്വേഷണം പുരോഗമിക്കും തോറാണ് ഈ ഒരു കാര്യം വെളിപ്പെട്ടു വന്നത്. ഏതായാലും ഇതിന് പിന്നാലെ ഇതിൽ ആരോപണ വിധേയരായിരിക്കുന്ന ചില ആളുകൾ, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എന്നൊക്കെ അവകാശപ്പെടുന്ന ഗിരീഷ് മട്ടന്നവർ, മഹേഷ് തിമ്മരോടി തുടങ്ങിയ വ്യക്തികളായിരുന്നു ഇയാളെ സ്വാധീനിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് പിന്നീട് വെളിപ്പെടുകയുണ്ടായി. ഇവരാണ് ഈ SIT അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറയുന്ന ഒരു കാര്യം, ഈ SIT ഇവരെ വല്ലാതെ ദ്രോഹിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ ഹർജിയിലെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ SITയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിച്ചത്. അവർ നൽകിയ ഹർജിയിൽ സർക്കാരിനൊക്കെ നോട്ടീസ് അയച്ചിരുന്നു. ഏതായാലും ഇന്ന് ആ ഹർജി വീണ്ടും പരിഗണിച്ചപ്പോഴാണ് കോടതി ഈ പ്രത്യേക അന്വേഷണം. ധർമ്മസ്ഥലയിലെ സത്യം എന്താണെന്ന് കൂടുതൽ വെളിപ്പെടട്ടെ.